60ഓളം പേർ പീഡിപ്പിച്ച കായിക താരമായ പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് ആൺ സുഹൃത്ത്. പീഡന ദൃശ്യങ്ങൾ സുഹൃത്ത് തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഇത് കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു ആൺ സുഹൃത്തിന്റെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നതും. മദ്യപിക്കുന്ന ശീലമുള്ള പിതാവിന്റെ ഫോൺ രാത്രികാലങ്ങളിൽ പെൺകുട്ടി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ചവരും പരിചയപ്പെട്ടവരും ക്രൂരത നടത്തിയവരിൽ പെടുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 3 പേർ ഒന്നിച്ചു വിളിച്ചു കൊണ്ടുപോയി വരെ കൂട്ടമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് മൊഴി. കുട്ടിക്കറിയാത്ത പല സ്ഥലങ്ങളിലും പീഡനം നടന്നിട്ടുണ്ട്. കാറിൽ വെച്ചും സ്കൂളിൽ വെച്ചും പീഡനം നടന്നതുപോലെ തന്നെ വീട്ടിലെത്തി പീഡിപ്പിച്ചവരുമുണ്ട്. സ്കൂൾ തല കായിക താരം കൂടിയായ പെൺകുട്ടി ക്യാമ്പിൽ വെച്ചും പീഡനത്തിന് ഇരയായിട്ടുമുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു എല്ലാ പീഡനങ്ങളും നടന്നത്. ഇലവന്തിട്ട പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്ന 5 പേരിൽ ഒരാളായ സുധി മറ്റൊരു പോക്സോ കേസിൽ ജയിലിലാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുമുണ്ട്. പല സ്ഥലങ്ങളിൽ വെച്ച് നടന്ന പീഡനമായതിനാൽ അതത് പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മതിയെന്നാണ് തീരുമാനം. ഇതുവരെ 10 പ്രതികളെയാണ് പിടികൂടിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പെൺകുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിലാണ് മൊഴിയെടുക്കുന്നതും ആവശ്യമായ കൗൺസിലിംഗും നൽകുന്നുണ്ട്.